മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ ഏർപ്പെടുത്തിയ വിലക്ക് ഹൈക്കോടതി നീക്കി. ശിരോവസ്ത്രം ധരിക്കുന്നതിൽ തെറ്റില്ലെന്നും അരമണിക്കൂർ മുമ്പ് പരീക്ഷാ ഹാളിൽ എത്തണമെന്നും കോടതി വ്യക്തമാക്കി. PSC പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ സംഭവത്തിൽ PSC ചെയർമാനെതിരെ ഡോക്ടർ കെ ജയകുമാർ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്ന് ഡോക്ടർ കെ ജയകുമാർ. മലയാളത്തോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണെന്നും അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളമേ ആവശ്യമില്ലെന്ന വ്യവസ്ഥ യുക്തിരഹിതമെന്നും ജയകുമാർ പറഞ്ഞു. ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. മെയ് 24 നടക്കുന്ന സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. PSC തീരുമാനത്തിനെതിരെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനെ മലയാളം സർവകലാശാല വൈസ് ചാൻസലറും കവിയുമായ ഡോക്ടർ കെ ജയകുമാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്നാവശ്യപ്പെട്ട് കെ ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മലയാളത്തോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ അടിയന്തര തിരുത്തൽ നടപടികൾ ഉണ്ടാകണം. അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളമേ ആവശ്യമില്ലെന്ന വ്യവസ്ഥ യുക്തിരഹിതമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മലയാള ഭാഷ ഒഴിവാക്കിയുള്ള പരീക്ഷ നടത്താൻ അനുവദിക്കില്ലെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി പറഞ്ഞു. ഈ വരുന്ന സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തന്നെ മലയാളത്തോടു കൂടി മാത്രമേ പരീക്ഷ നടത്താൻ പാടൂ. അങ്ങനെ നടത്താതെ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നൊരു നിലപാടെടുക്കാനാണ് ഐക്യമലയാള പ്രസ്ഥാനവും മലയാളത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ ആ ഒരു നിലപാടാണ് എടുക്കുന്നത്. PSC ചെയർമാന്റെ മലയാള വിരുദ്ധ നിലപാടിനെതിരെ അശോകൻ ചെരുവിൽ ഉൾപ്പെടെയുള്ള PSC അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിഴയടച്ചു. 100 രൂപയാണ് പിഴ ഈടാക്കിയത്. ബൈക്ക് ഓടിച്ചയാളാണ് പിഴയടച്ചത്. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചയാളുടെ പിറകിലിരുന്ന് ചെന്നിത്തലയുടെ യാത്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് വിവാദമായത്. എന്നാൽ ഹെൽമറ്റ് ധരിക്കാതെ ചെന്നിത്തലയെ ബൈക്കിൽ അനുഗമിച്ച 50ഓളം പ്രവർത്തകരുടെ കാര്യത്തിൽ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ചെന്നിത്തല മൗനം തുടരുകയാണ്. JNU ഉത്തരാഖണ്ഡ് വിഷയങ്ങളിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. കനയ്യകുമാർ അടക്കമുള്ള വിദ്യാർത്ഥികൾക്കെതിരെ JNU നടപടിയെടുത്തതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് ഇടതുപക്ഷം കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കാഴ്ചക്കാരായി പാർലമെന്റ് നോക്കി നിൽക്കാനാകില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. അതേസമയം ഉത്തരാഖണ്ഡ് സർക്കാർ പിരിച്ചുവിട്ടതിനെ എതിരെ കോൺഗ്രസ് അംഗങ്ങൾ 2ാം ദിവസവും സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. പലതവണ രാജ്യസഭ നിർത്തിവെച്ചു. അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ കനയ്യകുമാർ, ഉമർ ഖാലിദ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള JNU അധികൃതരുടെ തീരുമാനം രാജ്യസഭയെ ഏറെ പ്രക്ഷുബ്ധമാക്കി. ചോദ്യോത്തരവേള നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIM-ഉം CPI-യും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ എതിർത്തു. സ്വയംഭരണാവകാശമുള്ള സർവകലാശാല വിദ്യാർത്ഥികളുടെ കാര്യത്തിലെടുക്കുന്ന തീരുമാനം പാർലമെന്റിൽ ചർച്ച ചെയ്യാനാകില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് D. രാജ കുറ്റപ്പെടുത്തി. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ പാർലമെന്റിനാകില്ലെന്ന് സീതാറാം യെച്ചൂരിയും പറഞ്ഞു. തുടർച്ചയായ 2ാം ദിവസവും ഉത്തരാഖണ്ഡ് വിഷയത്തിൽ കോൺഗ്രസ് രാജ്യസഭാ നടപടികൾ തടസ്സപ്പെടുത്തി. കോൺഗ്രസ് നിയോഗിച്ച ഉത്തരാഖണ്ഡ് സ്പീക്കർ MLA-മാർ അവിശ്വാസം രേഖപ്പെടുത്തിയത് അംഗീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്ന് വിഷയത്തിൽ സംസാരിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി. ഇതിൽ പ്രകോപിതരായ കോൺഗ്രസ് അംഗങ്ങൾ പ്രസ്താവനയ്ക്കെതിരെ രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങി. പലതവണ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ചു. അതേസമയം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാ അംഗങ്ങളായി സ്ഥാനമേറ്റു തുടങ്ങി. ബോക്സിംഗ് താരം മേരി കോമും സുബ്രഹ്മണ്യ സ്വാമിയും രാജ്യസഭാ അംഗങ്ങളായി. വെള്ളിയാഴ്ച സിനിമാ താരം സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനായി താരം ദില്ലിയിലെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മുകാശ്മീർ വിഷയം ഇപ്പോഴും മുഖ്യ പ്രശ്നമായി നിലനിൽക്കുന്നുവെന്ന് പാകിസ്ഥാൻ. കാശ്മീർ വിഷയം സെക്രട്ടറി തല കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചുവെന്നും പാക് ഹൈക്കമ്മീഷണർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പഠാൻകോട്ട് ഭീകരാക്രമണത്തിന്റെ അന്വേഷണവും മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണയും വേഗത്തിലാക്കണമെന്ന് ഇന്ത്യ സെക്രട്ടറി തല ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി S. ജയശങ്കറും പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരിയും തമ്മിൽ ദില്ലി ഹൈദരാബാദ് ഹൗസിൽ നടന്ന ചർച്ച 1.5 മണിക്കൂർ സമയം നീണ്ടുനിന്നു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെടുന്നത്. തർക്ക വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ചയായെന്ന് പാക് ഹൈക്കമ്മീഷണർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജമ്മു കാശ്മീർ ഇപ്പോഴും മുഖ്യ വിഷയമായി തുടരുന്നു. കാശ്മീർ ജനതയുടെ ആഗ്രഹപ്രകാരവും UN രക്ഷാസമിതി പ്രമേയപ്രകാരവുമുള്ള പ്രശ്നപരിഹാരമാണ് ആവശ്യമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIA സംഘത്തെ പാകിസ്ഥാൻ സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വച്ചതായാണ് സൂചന.
ഏറെ പ്രാധാന്യമുള്ള ചർച്ചയാണ് നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വികാസ് സ്വരൂപ് ട്വിറ്ററിൽ കുറിച്ചു. ഹെർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരി ഇന്ത്യയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. എറണാകുളം പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്റ്റി ജോണാണ് മരിച്ചത്. രാവിലെ 6:30 പാൽ വാങ്ങാനായി കടയിൽ പോയി വരികയായിരുന്ന ക്രിസ്റ്റിയെ അയൽവാസിയായ പൊന്നശ്ശേരി അജി ദേവസിയാണ് കുത്തിയത്. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പോലീസ് അറിയിച്ചു. രാവിലെ 7 മണിയോടെയാണ് നാടിനെ നടുക്കി അരുംകൊല നടന്നത്. വീടിന് സമീപമുള്ള കടയിൽ നിന്നും പാൽ വാങ്ങി മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിച്ചി ജോൺ. അയൽവാസിയായ അജി കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ചേർത്ത് നിർത്തി കഴുത്തിൽ തുടരെ കുത്തുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിൽ 17 കുത്തുകളേറ്റു. കുത്തേറ്റ് വീണ കുട്ടിയെ മാതാപിതാക്കൾ തന്നെയാണ് ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിൽ എത്തും മുമ്പേ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ക്രൂരമായ കൊലപാതകം നടത്തിയ അജി കുട്ടിയുടെ അയൽവാസിയാണ്. മാനസിക രോഗിയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. എന്നാൽ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും മുൻപും അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് സ്നേഹപൂർവ്വം പിടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചു മറിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവൻ കുത്തണതായിട്ടാണത്. കുത്തണതായിട്ട് കണ്ടപ്പോഴാണ് ഇവൻ കുത്തണയുള്ളതെന്നൊരു ഇങ്ങനെ തോന്നിയത്. വേഗം ഞാൻ ഒച്ചയെടുത്തപ്പോൾ ആ സമയം ഇതുകൊണ്ട് ആരും അങ്ങനെ പുറത്തുണ്ടായിരുന്നില്ല. കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിക്കെതിരെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇയാളെ പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് അയച്ചെങ്കിലും അടുത്തിടെ വീട്ടിൽ മടങ്ങിയെത്തി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും കൊലപാതക കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് പറഞ്ഞു. പുറത്ത് പോയിട്ടെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ വീട്ടിലേക്കുള്ള അത്യാവശ്യ ഗ്രോസറീസ് മേടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിയെ വട്ടം ചുറ്റി ഈ ചെറിയ കുട്ടീനെ മാരകമായിട്ട് കുത്തുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കുട്ടിയുടെ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അരുംകൊലയുടെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്കാണ് ഫലപ്രഖ്യാപനം. SSLC പരീക്ഷാ ബോർഡ് യോഗം ഫലത്തിന് അന്തിമ അംഗീകാരം നൽകും. മാർച്ച് 9 മുതൽ 23 വരെയായി നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 1 ആരംഭിച്ച് 16 പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫലപ്രഖ്യാപനത്തിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനായി മികവുറ്റ സാങ്കേതിക സംവിധാനമാണ് ഇത്തവണ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിച്ചിരുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാന്റെ അനധികൃത നിലം നികത്തൽ റവന്യൂ പോലീസ് അധികാരികൾ പിടികൂടി. ആലപ്പുഴ ആര്യാട് തെക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 2.5 ഏക്കർ തണ്ണീർത്തടമാണ് ഭരണരാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നികത്തിയത്. 2 ലോറി അടക്കമുള്ള സാധനങ്ങൾ പോലീസ് പിടികൂടി. ചെയർമാനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടറും അറിയിച്ചു. ആര്യാട് തെക്ക് വില്ലേജിന്റെ കീഴിലുള്ള 2.5 ഏക്കർ തണ്ണീർത്തടമാണ് ആലപ്പുഴ നഗരസഭാ ചെയർമാൻ നികത്തുന്നതായി പരാതി ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ പോലീസ് അധികാരികൾ സ്ഥലത്തെത്തി നികത്താൻ ഉപയോഗിച്ച ലോറികളടക്കം കസ്റ്റഡിയിലെടുത്തു. ആര്യാട് തെക്ക് വില്ലേജിന്റെ കീഴിലുള്ള സർവേ നമ്പർ 108/3 ബ്ലോക്ക് നമ്പർ 137 പ്രകാരമുള്ള സ്ഥലം നിലവിൽ മുനിസിപ്പൽ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ തോമസ് ജോസഫിന്റെ പേരിലുള്ളതാണ്. ചെയർമാന്റെ സ്വാധീനം അതോടൊപ്പം ഇപ്പം തന്നെ ഉണ്ടല്ലോ. ഇത് നികത്തുന്ന വിഷയം പറയുമ്പോൾ ചെയർമാന്റെ ഗുണ്ടകൾ ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ഉൾപ്പെടെ ഈ നാട്ടുകാർക്കൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ നിരന്തരം ഭീഷണിയാണ് ഇവിടെ. എന്തിന് വില്ലേജ് ഓഫീസർ ഇപ്പോൾ വില്ലേജ് ഓഫീസറെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി. സർവ്വ ആൾക്കാരും ഭീഷണിയുടെ സ്വരം ഉയർത്തുന്നത്. ചെയർമാൻ ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ നാട്ടുകാരെ മുഴുവൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. പല ആൾക്കാർക്ക് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പൊതുവെ ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അനധികൃത നികത്തൽ തടയാനെത്തിയ നാട്ടുകാരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ജില്ലാ കളക്ടർ നേരിട്ടിടപെട്ടാണ് നികത്തൽ നിർത്തിവയ്ക്കാൻ ഉത്തരവിറക്കിയത്. അനധികൃത നിർമ്മാണത്തിനും നിലം നികത്തുന്നതിനുമെതിരെ നടപടി സ്വീകരിക്കേണ്ടവർ തന്നെ ഭരണരാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടിൽ ഉയർന്നു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പടക്കളം കണ്ണൂരിൽ നടത്തിയ ചർച്ചയിൽ വികസനവും അഴിമതിയുമായിരുന്നു പ്രധാന വിഷയങ്ങൾ. സ്ത്രീകളടക്കമുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും സദസ്സ് സജീവമായിരുന്നു. പടക്കളം ഇന്ന് രാത്രി 9 മണിക്ക് പീപ്പിൾ ടിവിയിൽ സംപ്രേഷണം ചെയ്യും. കണ്ണൂരിൽ MV നികേഷ് കുമാറിന്റെയും KM ഷാജിയുടെയും പടക്കളത്തിലാണ് പീപ്പിൾ ടിവിയുടെ രാഷ്ട്രീയ പൊതുചർച്ചാ വേദി ഒരുങ്ങിയത്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി PK രാഗേഷും BJP സ്ഥാനാർത്ഥി കേശവനും UDF പ്രതിനിധി മുഹമ്മദ് ഫൈസലും LDF പ്രതിനിധി M പ്രകാശൻ മാസ്റ്ററും പടക്കളത്തിൽ പങ്കാളികളായി. ചർച്ച ആരംഭിച്ചതോടെ രാഷ്ട്രീയ ചർച്ചാവേദിക്കുള്ള പടക്കളം ഒരുങ്ങി. വികസനവും അഴിമതിയുമായിരുന്നു ചർച്ചയിൽ മുന്നിട്ടു നിന്നത്. വികസന നായകൻ എന്ന് പറയുന്ന KM ഷാജിയുടെ വികസനത്തിന്റെ ഫലമായാണ് ഇവിടെ 3 പേര് സംസാരിക്കേണ്ടതിന് പകരം ഞാൻ 4ാമതായി ഇവിടെ നിൽക്കേണ്ടി വന്നത്.
വിലക്കയറ്റവും പിൻവാതിൽ നിയമനങ്ങളും സാധാരണക്കാരന്റെ പൊതുജീവിതത്തെ ബാധിക്കുന്ന ചോദ്യങ്ങളുമായി സ്ത്രീകളും രംഗത്തെത്തി. യൂണിവേഴ്സിറ്റിയിൽ വരെ പിൻവാതിൽ നിയമനം നടന്നിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പിന്തുണച്ചും പിന്തള്ളിയും പടക്കളത്തിലെത്തിയ സദസ്സും സജീവമായി. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ എല്ലാ ആവേശവും ഇടയ്ക്കൊക്കെ അസഹിഷ്ണുതകളും പ്രതിഫലിച്ച പടക്കളം ഇന്നു രാത്രി 9 മണി മുതൽ പീപ്പിൾ ടിവിയിൽ കാണാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച ഉപതെരഞ്ഞെടുപ്പ് നടന്ന അരുവിക്കര നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അരുവിക്കര മണ്ഡലം തിരികെ പിടിക്കാനായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A റഷീദും തുടർ വിജയത്തിനായി UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനും മണ്ഡലത്തിൽ തീപാറും പോരാട്ടങ്ങൾ തുടങ്ങിയതോടെ വിജയപരാജയങ്ങൾ പ്രവചനാതീതമായി. ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമാണ് അരുവിക്കര നിയോജക മണ്ഡലം. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തന്മാരാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ഇനിയുള്ള ദിനങ്ങൾ വോട്ടുറപ്പിക്കലിൻ്റെതായി മാറ്റുകയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A റഷീദ്. LDFന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിൽ ഇതിനോടകം തന്നെ അഡ്വക്കേറ്റ് A റഷീദ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റു പഞ്ചായത്തുകളിലും LDFന് അനുകൂലമായ നിലപാടുകൾ വോട്ടർമാർ സ്വീകരിക്കുമെന്നും A റഷീദ് പറയുന്നു. ആദിവാസികളുടെ ചികിത്സാ സൗകര്യം, അവരുടെ മേഖലയിലെ കുടിവെള്ളം, വൈദ്യുതി, യാത്ര, ഇതെല്ലാം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഈ മേഖലകളിൽ സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അതിൻ്റെ ശക്തിയായ പ്രതിഷേധം വോട്ടിംഗ് രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ തുടർ വികസനം എന്ന പ്രഖ്യാപനവുമായി വോട്ടർമാരെ കാണുന്ന UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ തുടർ വിജയ പ്രതീക്ഷയിലാണ്. ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഇതേ പറണ്ടോട് ജംഗ്ഷനിൽ വന്ന് കിട്ടിയ സ്വീകാര്യത ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ സ്വീകാര്യത ഇപ്പോൾ രണ്ടാം തവണ വരുമ്പോൾ ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട്. നമുക്ക് ഓരോ വീട്ടിലും ചെല്ലുമ്പോഴും ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഒരു കണക്റ്റ് കിട്ടുമല്ലോ, നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു സ്പന്ദനം നന്നായിട്ട് പോകുന്നുണ്ട്. അതേസമയം മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രചരണ രംഗത്ത് BJP സ്ഥാനാർത്ഥി രാജസേനും സജീവമാണ്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകളുടെയും അവസ്ഥ ഇപ്പോഴും പരിതാപകരം തന്നെ. ഏതായാലും ഇക്കുറി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഓരോ സ്ഥാനാർത്ഥിക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നേടണമെങ്കിൽ വിയർപ്പൊഴുക്കാതെ പറ്റുകയില്ല. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വാശിയേറിയ പ്രവർത്തനവുമായി തന്നെയാണ് LDF സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിജയവും പ്രവചന അതീതമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാൻ. ആറന്മുള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. പത്തനംതിട്ട നഗരസഭയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ശിവദാസൻ നായർ ആറന്മുളയിൽ പ്രചാരണം നടത്തുന്നത്. പത്തനംതിട്ട നഗരസഭ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതും. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ഇത്തരത്തിൽ പരസ്യം വെക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും കളക്ടർക്ക് നഗരസഭ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. അതേസമയം ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വീണ ജോർജിന്റെ പ്രചരണ ബോർഡുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സമൂഹവിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കഥാപ്രസംഗവും. തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ പ്രചരണത്തിനാണ് കഥാപ്രസംഗം. ഹാസ്യത്തിന്റെ മേമ്പൊടിയോടുകൂടിയുള്ള കഥാപ്രസംഗം UDF സർക്കാരിന്റെ അഴിമതികളാണ് പ്രമേയമാക്കുന്നത്. ഞങ്ങളുടെ കഥയുടെ പേരാണ് പുൽപ്പള്ളിയിലെ പുതുമണവാളൻ. ഈ കഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെയൊന്നുമല്ല. ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാടാ? അയ്യോ ചേട്ടാ, ചേട്ടൻ ചൂടാവല്ലേ. ആ ചൂടൻ ചേട്ടൻ ആരെങ്കിലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്ക്. അപ്പോൾ പറഞ്ഞു വന്നത് വൈറ്റില ഹബിൽ നിന്നും 185 രൂപ ബസ് ഫെയർ വരുന്ന ഒരു കടുകുമണി സിറ്റി. ഇവിടെ നിന്നാണ് ഈ കഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പുതുമ എന്ന നിലയിലാണ് സമകാലീന രാഷ്ട്രീയ സംഭവങ്ങൾ കോർത്തിണക്കി കഥാപ്രസംഗത്തിന് രൂപം നൽകിയിട്ടുള്ളത്. ബാർ, സോളാർ, ഭൂമി കൈമാറ്റം തുടങ്ങി എല്ലാവിധ വിവാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഥാപ്രസംഗത്തിന്റെ രചന. കഥാപ്രസംഗത്തിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും സെബാസ്റ്റ്യൻ പോളിനായി ഒരുങ്ങുന്നുണ്ട്. പുതിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ഈണത്തിൽ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചാരണം കൊഴുക്കും. മിമിക്രി കലാകാരനായ സുധീറാണ് രചന നിർവഹിച്ചിട്ടുള്ളത്. പുതുപ്പള്ളിയിലെ പുതുമണവാളൻ എന്നാണ് ഹാസ്യ കഥാപ്രസംഗത്തിന്റെ പേര്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കേരളത്തിൽ അനുഭവപ്പെടുന്ന കൊടും ചൂട് വരും ദിവസങ്ങളിൽ തുടരും. അടുത്ത 2 ആഴ്ചയും താപനില കൂടുതലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം. സംസ്ഥാനത്ത് ഈ വർഷം ആദ്യം മുതൽ തുടങ്ങിയ വൻ ചൂട് അനുദിനം വർദ്ധിച്ച് ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. എൽനിനോ പ്രതിഭാസമാണ് ചൂട് കൂടാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ സന്തോഷ് പറയുന്നു. പസഫിക് സമുദ്രത്തിലെ അസാധാരണമായ താപനമാണ് എൽനിനോ. ഇതുമൂലം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരണ്ട കാറ്റാണ് എത്തിച്ചേരുന്നത്. ഈ വരണ്ട കാറ്റ് മൂലം മഴ കുറയുന്നു. മഴ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് താപനില ഇത്രയധികം ഉയരുന്നത്. ഇപ്പോൾ തന്നെ 56% മഴ കുറവാണ്. മെയ് ആദ്യവാരത്തിന് ശേഷമേ വേനൽ മഴയും ശക്തമാകാൻ സാധ്യതയുള്ളൂ. അതുവരെ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും. കർണാടകയിൽ നിന്നും വീശുന്ന വരണ്ട കാറ്റിനെ തുടർന്ന് മേഘങ്ങൾ കുറയുന്നതും വേനൽ മഴ കുറയാൻ കാരണമാകുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. തീരത്തിന് സമാന്തരമായി വീശുന്ന ഈ വരണ്ട കാറ്റാണ് കടലിൽ നിന്നും തണുത്ത കാറ്റ് കരയിലേക്ക് എത്തുന്നതിന് വിഘാതമാവുന്നത്. കേരളത്തിൽ ചൂട് കൂടുന്നതിന് ഇതും ഒരു കാരണമാണ്. ദീർഘകാല ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട്. പാലക്കാട് ഇക്കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് ഈ സീസണിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത്, 41.1 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രിയാണ് കൂടിയ ചൂട്. തെക്കൻ ജില്ലകളിൽ നിലവിൽ താരതമ്യേന ചൂട് കുറവാണെങ്കിലും ഇനിയും ചൂട് കൂടിയേക്കും. അതായത് നഗര ഗ്രാമ ദേശവ്യത്യാസമില്ലാതെ വരും ദിനങ്ങളിലും കേരളം കൊടും ചൂടിൽ വലയും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. എരുമകളിൽ വന്ധ്യത കൂടുന്നു. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ചില പ്രധാന പ്രശ്നങ്ങളാണെങ്കിലും ശാസ്ത്രീയ പരിപാലനത്തിലൂടെ ഒഴിവാക്കാൻ കർഷകർക്ക് സാധിക്കും. എരുമകളിലെ വന്ധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പശുക്കളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ശാരീരിക സ്വഭാവ പ്രത്യേകതകളുള്ള മൃഗമാണ് എരുമയെന്ന് കർഷകർ മനസ്സിലാക്കിയിരിക്കണം. എരുമകളിൽ കിടാരികളിൽ മതിചക്രം 18 മുതൽ 20 ദിവസവും അമ്മമാരിൽ 20 മുതൽ 24 ദിവസവുമാണ്. മതിസമയം 18 മുതൽ 24 മണിക്കൂർ ആയിരിക്കും. മതിയുടെ പുറം ലക്ഷണങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുകയില്ല. പശുക്കളിൽ മതിയുടെ മുഖ്യലക്ഷണമായി നാം കാണുന്ന മറ്റു പശുക്കളുടെ പുറത്തു കയറുന്ന സ്വഭാവം എരുമകൾ കാണിക്കുക പതിവില്ല. എന്നാൽ മതിയിലുള്ള എരുമകൾ പോത്തുകളെ മേലിൽ കയറാൻ അനുവദിക്കുന്നു. മതിയലല്ലെങ്കിൽ ഇതൊരിക്കലും അനുവദിക്കുകയുമില്ല. പാൽ കുറയുക, കരച്ചിൽ, പതിവില്ലാതെ ഓട്ടവും ചാട്ടവും, ഇടവിട്ട് കുറഞ്ഞ അളവിൽ മൂത്രമൊഴിക്കൽ, ഈറ്റത്തിൽ തടിപ്പ്, തെളിഞ്ഞ മാച്ചുപോകൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. കൃത്യമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ എരുമകളിലെ മതിസമയം തിരിച്ചറിയാൻ കഴിയൂ. നല്ല തീറ്റക്രമം അനുവർത്തിച്ചാൽ 30 മുതൽ 36 മാസം പ്രായത്തിൽ ആദ്യ മതിലക്ഷണം കാണിക്കുന്നു. ഈ സമയം 300 കിലോഗ്രാം വരെ തൂക്കവും എത്തും. കുത്തിവയ്പ് സംബന്ധിച്ച അബദ്ധധാരണകൾ പുലർത്തുന്ന രീതികൾ, കാര്യങ്ങൾ പഠിച്ച് മാറ്റിയെടുക്കണം. ബീജാധാനത്തിനു ശേഷം വെള്ളം നൽകരുത്. ബീജാധാനത്തിന് മുൻപ് വെള്ളവും തീറ്റയും നൽകരുത്. ബീജാധാനത്തിന് ശേഷം എരുമ കിടക്കരുത്, മൂത്രമൊഴിക്കരുത് തുടങ്ങിയ പല ധാരണകളുമുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല. എന്നാൽ ബീജാധാനത്തിനായി ഏറെ ദൂരം ഓടിച്ചു കൊണ്ടുവരിക, അടിക്കുക, വേദന നൽകുക തുടങ്ങിയ പ്രവൃത്തികൾ ഗർഭധാരണ സാധ്യത കുറയ്ക്കുന്നു. എരുമ കർഷകർ മതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് മതി കണ്ട ദിവസം, ലക്ഷണങ്ങൾ തുടങ്ങിയ ദിവസം, അവസാനിച്ച സമയം തുടങ്ങിയ വിവരങ്ങളും കുത്തിവയ്പുമായി ബന്ധപ്പെട്ട തീയതികളും കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നത് ഏറെ സഹായകമാകും. ന്യൂസ് ഡെസ്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി സംസ്ഥാനത്തേക്ക് കള്ളപ്പണക്കടത്ത് വ്യാപകമാകുന്നു. തൃശൂർ ഒല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന കാറുകളിൽ നിന്ന് 3 കോടി രൂപയാണ് പിടികൂടിയത്. ആദായ നികുതി വകുപ്പാണ് 2 കാറുകളിലായി ഒളിപ്പിച്ചിരുന്ന പണം കണ്ടെത്തിയത്. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ അഞ്ചേരിയിൽ നിന്നാണ് കാറുകളിൽ ഒളിപ്പിച്ചു കടത്തിയ 3.5 കോടി രൂപ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറുകളിലാണ് ഹാൻഡ് ബ്രേക്കിനിടയിൽ ഒളിപ്പിച്ച പണം കടത്തിയത്. 2 കാറുകളിൽ നിന്നായി 3 കോടിയിലധികം രൂപയാണ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. 1000, 500, 100 രൂപ കെട്ടുകളിലായിരുന്നു പണം. കാറുകളുമായി എത്തിയ 2 പേരെ സംഘം കസ്റ്റഡിയിലെടുത്തു. സ്വർണ്ണാഭരണശാലകളിലേക്കായി എത്തിച്ച പണമാണെന്നാണ് വിശദീകരണം. എന്നാൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളൊന്നും ഇവരുടെ കൈവശമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലേക്ക് കടത്തിയ കള്ളപ്പണമാണെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ 1 മാസത്തിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്. രേഖകളില്ലാതെ പണം കടത്തിയ സംഭവത്തിൽ ആദായ നികുതി വകുപ്പ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.